ഇന്നത്തെ വീഡിയോ നെയ്യമൃത കോട്ടത്തിലെ നെയ്നിറക്കൽ പന്നീൻ്റെ വേഷത്തിൽ പിന്നെ ഈ അർജുനൻ്റെ തപസ് മുടക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അവിടെ എത്തിച്ച് ഇയാളെ നേരെ ആക്രോശിച്ചും കൊണ്ട് വരുമ്പോൾ ഇത് ശിവൻ കണ്ടു. ശിവൻ്റെ എന്താണെന്നല്ല ഭക്തനാണെന്നല്ല അത് ഈ അർജുനൻ. അപ്പം ശിവൻ തോണിയെടുത്തു അങ്ങോട്ട് കയറി ചെല്ലണ്ടാവില്ല, മുടക്കണ്ടാവില്ലുണ്ട് ഒരു അസ്ത്രം ചെയ്തു. അസ്ത്രം ചെയ്ത് കിട്ടുമ്പോൾ ഇയാൾ പെട്ടെന്ന് ഇയാളും ഞെട്ടിയാണ് അർജുനനും വിട്ടു ഒരസ്ത്രം. പക്ഷേ മരിച്ചത് ശിവൻ്റേത്. പക്ഷെ ഇവർ തമ്മിൽ തർക്കായി. എനിക്ക് വേണ്ടിയിട്ടൊരു ബേഡൻ തരേണ്ട കാര്യമില്ലല്ലോ ഈ കാട്ടാളൻ. ആ കാട്ടാളൻ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അയാളല്ലേ കൊണ്ടുവരും. അപ്പോൾ എൻ്റെ അസ്ത്രം കൊണ്ടാണ് ഈ സംഭവം നടന്നതെന്ന് ഇയാളും വാശി പിടിച്ചു. അങ്ങനെ വാശി പിടിച്ചിട്ട് രണ്ടുപേരും തമ്മിലാണ് യുദ്ധം, ഇവർ രണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അവസാനം ഇയാൾ പരാജയപ്പെട്ടു. അർജുനനാണ് വീണ് കിടന്ന് പരാജയപ്പെട്ടു. അവസാനം അസ്ത്രകാലം തീർന്നു, ദ്വന്ദ്വയുദ്ധമായി. അതിൽ വീണ് കിടന്നിട്ടാകുമ്പോൾ വലുത് കാലം കൊണ്ട് ചിള്ളി ഒരൊറ്റ ദൂരത്തേക്ക് ഒരു ഏറാണ് ശിവൻ അർജുനനാണ്. ആ സമയത്ത് പോലും ഇയാൾക്ക് അറിയുന്നില്ല ഇത് ശിവനാന്നല്ലേ കാര്യം, അർജുനനെ അറിയില്ല. അങ്ങനെ വീണെടുക്കുന്ന ഇയാൾക്ക് വല്ലാണ്ട് ഇതായി. ഒരു കാട്ടാളൻ്റെ മുമ്പിൽ ഈ വില്ലാളി വീരനായ ഞാൻ പരാജയപ്പെടില്ല. അതൊരിക്കലും ഒരുതരം മാനഹാനി. പിന്നെ ഞാൻ വലിയ വില്ലാളി വീഴുന്നില്ല, അഹന്തി വിടുന്നുണ്ട്. അതും കൂടെ ഇല്ലാതാക്കാനാണ് ഇയാൾ ശ്രമിച്ചില്ല. അപ്പോൾ അങ്ങനെ വീണ് കിടന്നെടുക്കുന്നു. ഒരേ കണ്ണിന്ന് വെള്ളം വന്നു, കരഞ്ഞു സങ്കടം കൊണ്ട്. ആരും നോക്കി ആരും കാണുന്നൊന്നുമില്ല. എന്നിട്ട് കരഞ്ഞതിനൊരു കുറവില്ല. അവസാനം ഈ കണ്ണീരെ വെള്ളം വീണ കുഴിയുണ്ടായി. ആ കുഴി വാരിയിട്ട് ശിവലിംഗം ഉണ്ടാക്കി വീണ്ടും പ്രതിഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പം അവിടെ പൂവോ കാര്യമോ ഒന്നുമില്ല. കാനട്ടിൻ്റെ ഇലയാണ് കിട്ടിയല്ല എല്ലാം വിചാരിച്ചിട്ട് ഇതന്നെ പൂവളെന്നെല്ലാം വിചാരിച്ചിട്ട് ഇയാൾ ആദ്യം ഇതാക്കി. അതെ, ശിവനെ പൂജിക്കാൻ തുടങ്ങി. ശിവനെ പൂജിക്കുമ്പോൾ ഈ ഇടുന്ന ശിവലിംഗത്തിന് ഇടുന്നത് മുഴുവനും ഈ കാട്ടാളൻ്റെ കാലിലാണ് ചെന്ന് വീഴുന്നു. എന്നിട്ട് ഇയാൾ അത്ഭുതം കൊണ്ട് ഇതൊന്നിപ്പം മറിമായൊന്നുമില്ല. അങ്ങനെയൊന്ന് സംഭവം മനസ്സിലാവുന്നു. ഞാൻ ഈ ഇടുന്നത് മുഴുവനും കാട്ടാളന്. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഇയാൾക്ക് സാഷ്ടാംഗം നമസ്കരിക്കുന്നതാണ്. കണ്ണ് പിന്നെയാണോ വാസുദവാസം ഇന്നാളാണെന്ന് മനസ്സിലായി. ഇവൻ കാട്ടാള ശേഷം കൊണ്ട് വന്നതാണ്. മനസ്സിലായതിനു ശേഷം ഇവർക്ക് പരിക്കും കാര്യങ്ങളെല്ലാം പറ്റിയിട്ടുണ്ട്. ഈ ശിവനും പറ്റിയിട്ടുണ്ട്, അവർക്ക് മുറിയെല്ലാം ചെയ്തു. അപ്പോൾ ഇത് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ഉണങ്ങണമെങ്കിലും നെയ്യ്. അങ്ങനെ നെയ്യ് അത് അന്ന് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അതേസമയത്ത്